വയനാട്ടിൽ യു.ഡി.എഫ് ഹർത്താൽ തുടരുകയാണ്. വയനാട്ടിൽ രൂക്ഷമായ വന്യജീവി ആക്രമണത്തിൽ പ്രതിഷേധിച്ചുകൊണ്ടാണ് യു.ഡി.എഫ് വയനാട് ജില്ലാ കമ്മിറ്റി ഹർത്താൽ പ്രഖ്യാപിച്ചത്. 2 ദിവസത്തിനിടെ കാട്ടാന ആക്രമണത്തിൽ ജീവനുകൾ പൊലിഞ്ഞ പശ്ചാത്തലത്തിലാണ് യു.ഡി.എഫ് ഹർത്താൽ ആഹ്വാനം ചെയ്തത്. ലക്കിടിയിൽ ചുരം കവാടത്തിന് സമീപം വാഹനം തടയാൻ ശ്രമിച്ച യു.ഡി.എഫ് പ്രവർത്തകരെ അറസ്റ്റ് ചെയ്ത് നീക്കി. അനീസ് അലി വിവരങ്ങൾ നൽകും വയനാട്ടിൽ നിന്ന്. അനീസ, ചിലയിടങ്ങളിൽ സംഘർഷങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ടോ? യു.ഡി.എഫ് അനുകൂലികൾ, സമര അനുകൂലികൾ പലയിടങ്ങളിലായി വാഹനങ്ങൾ തടയുകയാണോ? തീർച്ചയായും ഇപ്പോൾ വാഹനങ്ങൾ കടത്തിവിടുന്നില്ല. നമ്മൾ നിൽക്കുന്നത് കൽപ്പറ്റയിലാണ്. ലക്കിടിയിൽ വാഹനങ്ങൾ തടഞ്ഞ യു.ഡി.എഫ് പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കി. അല്പസമയം മുമ്പാണ് വാഹന ഗതാഗതം പുനഃസ്ഥാപിച്ചത്. പക്ഷേ വീണ്ടും കോൺഗ്രസ് പ്രവർത്തകർ സംഘടിച്ച് വാഹനങ്ങൾ തടയുന്ന സാഹചര്യമുണ്ട്. ഇപ്പോൾ കൽപ്പറ്റയിലാണ് നമ്മളുള്ളത്. കൽപ്പറ്റയിൽ ഇപ്പോൾ KSRTC നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്ന പോലെ തന്നെ വാഹനം തടഞ്ഞിട്ടുണ്ട്. വാഹനങ്ങളുടെ നീണ്ട നിര ഇവിടെ ഉണ്ടായിരുന്നു. പക്ഷേ അതേസമയം അല്പസമയം നിർത്തിയതിനു ശേഷം ഒരു 15 മിനിറ്റ് നേരമൊക്കെ പിടിച്ചിട്ടതിനു ശേഷം വാഹനങ്ങൾ കടന്നു പോകാൻ ഇവർ അനുവദിക്കുന്നുണ്ടായിരുന്നു. ഏതായാലും ഇപ്പോൾ വാഹനം തടയുന്ന സാഹചര്യം ഉണ്ട്. യു.ഡി.എഫ് പ്രവർത്തകർ വലിയ തരത്തിൽ തന്നെ സമരവുമായി മുന്നോട്ട് പോവുകയാണ്. എന്താണ് ഇപ്പോഴത്തെ നിലവിലെ ഇവിടുത്തെ ഒരു സാഹചര്യം? എന്താണ്? ആളുകൾ ഇപ്പോഴും വാഹനങ്ങൾ തടഞ്ഞുകൊണ്ടിരിക്കുകയാണ്. വാഹനങ്ങൾ വിടൂല. എന്താണ് ഇപ്പൊ ഈ ഒരു സമരത്തിന്റെ ഒരു കാരണമായിട്ടുള്ളത്? ഈ വന്യമൃഗശല്യം തന്നെയാണ്. അതിൽ ഇപ്പൊ ഈ ഒരു ഹർത്താൽ കൊണ്ട് പ്രത്യേകിച്ച് എന്തെങ്കിലും കാര്യം ഉണ്ടാവും വിചാരിക്കുന്നുണ്ടോ? ഒരു പ്രതിഷേധം അറിയിക്കുക, ജനങ്ങളെ പ്രതിഷേധം ശക്തമായ ഇത്രയെങ്കിലും ചെയ്യണ്ടേ? പിന്നെ തീർച്ചയായിട്ടും ഉണ്ടാവും. ജനങ്ങളെ സ്വത്തിന് സംരക്ഷണം കൊടുക്കാൻ കഴിയാത്ത ഗവൺമെന്റ് ആണിത്. അപ്പൊ അതിനെതിരായിട്ടുള്ള ശക്തമായ യു.ഡി.എഫിന്റെ പ്രതിഷേധമാണ് ഇവിടെ കാണുന്നത്. തീർച്ചയായും വലിയ തരത്തിലുള്ള പ്രതിഷേധത്തിലേക്ക് കാര്യങ്ങൾ പോകുമെന്ന് തന്നെയാണ് യു.ഡി.എഫ് പ്രവർത്തകർ പറയുന്നത്. കൽപ്പറ്റയിൽ വാഹനങ്ങൾ തടയുന്നുണ്ട്. അതുപോലെ തന്നെ ജില്ലയുടെ എല്ലാ ഭാഗങ്ങളിലും വാഹനങ്ങൾ തടയുമെന്ന് യു.ഡി.എഫ് പ്രവർത്തകർ പറയുന്നുണ്ട്. ചുരം കവാടത്തിന് മുമ്പ്, അതായത് ലക്കിടിയിലെ ചുരം കവാടം എന്ന് പറയുന്നത് കോഴിക്കോട് ജില്ലയിൽ നിന്ന് വയനാട്ടിലേക്ക് കയറി വരുന്ന പ്രദേശമാണ്. അവിടെയാണ് വാഹനങ്ങൾ തടയുന്നത്. ഇപ്പോ എന്താണ് 2 മണിക്കൂർ പിന്നിടുമ്പോ എന്തായാലും നിലവിലൊരു വിലയിരുത്തൽ എങ്ങനെയാണ്? വിലയിരുത്തൽ വളരെ ആളുകളൊക്കെ നല്ല സഹകരണമാണ്. കടകമ്പോളങ്ങളൊക്കെ അടഞ്ഞു കിടന്നിട്ടുണ്ട്. ഇന്നലെ വ്യാപാരി വ്യവസായിയുടെ ആളുകൾ പറഞ്ഞിരുന്നത് ഹർത്താലിനോട് സഹകരിക്കില്ല എന്നായിരുന്നു. പക്ഷേ പൂർണ്ണമായിട്ടും വയനാട് ജില്ലയിൽ വ്യാപാരി വ്യവസായി അതോട് അനുബന്ധിച്ചുള്ള ആളുകളൊക്കെ സഹകരിച്ചിട്ടുണ്ട്. അതുപോലെ 2 വീലറിന്റെ ആളുകൾ പോലും, 2 വീലർ, ടാക്സി, ഓട്ടോറിക്ഷകൾ ഒക്കെ നമ്മളോട് സഹകരിക്കുന്നുണ്ട്. നിങ്ങളുടെ ഈ സമരം സംസ്ഥാന സർക്കാരിനെതിരെയാണോ കേന്ദ്ര സർക്കാരിനെതിരെ? കേരള സർക്കാരുകൾക്കെതിരാണ്. പ്രത്യേകിച്ച് വനം മന്ത്രി, കേരളത്തിലെ ഒരു വനം മന്ത്രി, നട്ടിലില്ലാത്തൊരു വനം മന്ത്രിയുണ്ട്. അദ്ദേഹം രാജിവെച്ച് പോകണം. കാരണം ഇത്രയും മരണങ്ങൾ ഇവിടെ ഉണ്ടായിട്ടും യാതൊരു നടപടി ഇതുവരെ സ്വീകരിച്ചിട്ടില്ല. മൃഗങ്ങൾ റോട്ടിലേക്ക് ഇറങ്ങി തുടങ്ങിക്കഴിഞ്ഞു. ഇനിയും ജനത്തെ കൊല്ലാക്കൊല കൊടുക്കാൻ ഞങ്ങൾ സമ്മതിക്കില്ല. അതിനെതിരെ ഒരു കണ്ണു തുറപ്പിക്കൽ സമരം. ഈ വന്യമൃഗശല്യം തടയുന്നിടത്ത് വലിയൊരു കാര്യമായിട്ടുള്ള കേന്ദ്രത്തിന്റെ 1972 വന നിയമമാണല്ലോ. അത് കേന്ദ്ര സർക്കാരിന്റെ കയ്യിലുള്ള, അത് തിരുത്തൂല എന്നാണ് ഇപ്പോഴും കേന്ദ്രത്തിന്റെ നിലപാട്. അതിൽ കാര്യമായ പ്രതിഷേധമൊന്നും കാണുന്നില്ല. നിങ്ങൾ അതിനെക്കുറിച്ചുള്ള ഒരു പഠനം ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുകയാണ്. ബഹുമാനപ്പെട്ട പ്രിയങ്ക ഗാന്ധി ഇവിടെ MP വന്ന സമയത്തും ഇതിനെക്കുറിച്ചൊരു പഠനം നടത്തിക്കൊണ്ട് അതുമായി മുന്നോട്ട് പോകുന്ന തന്നെ പറഞ്ഞിട്ടുണ്ട്. പ്രിയങ്ക ഗാന്ധി അത് പാർലമെന്റിൽ ഉന്നയിച്ചിരുന്നു ഈ വിഷയം. രാഹുൽ ഗാന്ധി ഉന്നയിച്ചിരുന്നു. പക്ഷേ കേന്ദ്ര സർക്കാർ ഇപ്പോഴും അതിനനുകൂലമായിട്ട് പ്രതികരിച്ചിട്ടില്ല. 1972 നിയമം ബ്രിട്ടീഷുകാരുടെ കാലത്തുള്ള തോട്ടം തൊഴിലാളികളെ ആളുകളും അതുപോലെ ബ്രിട്ടീഷ് ശിങ്കിടികളും കൂടി ഉണ്ടാക്കിയ ഒരു നയമാണ്. വാഹനം അവര് അല്പനേരം പിടിച്ചിട്ടതിന് ശേഷം തുറന്നു വിടുകയാണ്. അതുകൊണ്ട് നമുക്ക് ഇവിടുന്ന് ജസ്റ്റ് മാറേണ്ടതുണ്ട്. എന്തായാലും അതിനുശേഷം വന്ന വാഹനങ്ങൾ പക്ഷെ അവർ തടയുന്നുമുണ്ട്. ആ വാഹനങ്ങൾ അവർ പിടിച്ചത്, അതായത് ഒരു 10-15 മിനിറ്റ് നേരമാണ് വാഹനങ്ങളെ അവര് തടഞ്ഞിടുന്നത്. അതിനുശേഷം പോലീസ് ഇവിടെ ഉണ്ട്. പക്ഷെ പോലീസ് ബലപ്രയോഗത്തിലേക്കൊന്നും പോകുന്നില്ല. ഏതായാലും 10-15 മിനിറ്റ് നേരം തടഞ്ഞിട്ടതിന് ശേഷം വാഹനങ്ങൾ കടത്തിവിടുന്ന ഒരു സാഹചര്യമുണ്ട്. ഇപ്പോ അതിനുശേഷം ഇപ്പോൾ നമ്മൾ കണ്ടിരുന്ന ഒരു വാഹനം അവർ കടത്തിവിട്ടു. KSRTC ആണ്. ഇപ്പോൾ നമ്മൾ കാണുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, ഇപ്പോൾ ഒരു 2 മണിക്കൂർ പിന്നിടുമ്പോൾ KSRTC ആണ് സർവീസ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. സ്വകാര്യ ബസ്സുകൾ ഇപ്പോൾ സർവീസ് നടത്തുന്നതായി നമ്മൾ കാണുന്നില്ല. ഇപ്പോൾ KSRTC ബസ്സുകളും സമരാനുകൂലികൾ തടയുന്നുണ്ടോ? ഇനിയിപ്പോൾ കടകളൊക്കെ വ്യാപാരികൾ ചിലർ ഒരു വിഭാഗം പിന്തുണ അറിയിച്ചിട്ടുണ്ടെങ്കിലും കടകളൊക്കെ തുറന്നാൽ അടപ്പിക്കുമെന്ന് തന്നെയാണോ സമരാനുകൂലികൾ പറയുന്നത്?
തീർച്ചയായും അതായത് ഒരു UDF അനുകൂല വ്യാപാര സംഘടനയും വ്യവസായി ഏകോപന സമിതി. പക്ഷേ വ്യാപാരി വ്യവസായ ഏകോപന സമിതി ഇന്നലെ സമരത്തോട് സഹകരിക്കുന്നില്ല, ഹർത്താലിനോട് സഹകരിക്കുന്നില്ല എന്ന് പ്രഖ്യാപിച്ചിരുന്നു. പക്ഷേ ഇപ്പോൾ വ്യാപാരികൾ, അതായത് ആ സംഘടനയിൽ തന്നെ അംഗങ്ങളായിട്ടുള്ള വ്യാപാരികൾ തന്നെ കടകമ്പോളങ്ങൾ തുറക്കാനുള്ള സാധ്യത കാണുന്നില്ല. നിലവിൽ അത്തരം ആളുകളോടൊക്കെ അന്വേഷിക്കുമ്പോൾ അവർ പറയുന്നത് കടകമ്പോളങ്ങൾ തുറക്കില്ല എന്ന് തന്നെയാണ് അവർ പറയുന്നത്. പക്ഷെ ഒരു സംഘടന എന്ന നിലയ്ക്ക് വ്യാപാരി വ്യവസായി ഏകോപന സമിതി സമരത്തിന് അനുകൂലമായ നിലപാട് എടുത്തിട്ടില്ല. അതേസമയം വ്യാപാരികൾ ഇപ്പോൾ ഈ തടഞ്ഞിട്ടുള്ള KSRTC വാഹനങ്ങളും കടത്തിവിടുന്ന കാഴ്ചയാണ് കാണുന്നത്. പോലീസ് ഇടപെട്ട് വാഹനങ്ങൾ കടത്തിവിടാൻ ആവശ്യപ്പെടുകയും അവർ കടത്തിവിടുകയും ചെയ്യുന്നുണ്ട്. എന്തായാലും സമരം, ഹർത്താൽ എന്നത് വയനാടിൻ്റെ ഒരു വികാരമാണ്. അതുകൊണ്ട് തന്നെ ഈ ഹർത്താൽ എന്നത് വികാരമാണോ എന്നതിനേക്കാൾ കൂടുതൽ ഈ അവരുന്നയിക്കുന്ന വിഷയം എന്ന് പറയുന്നത് വന്യമൃഗശല്യമാണ്. രൂക്ഷമായ വന്യമൃഗശല്യത്തിനെതിരെ ആണ് ഇപ്പോൾ ഹർത്താൽ പ്രഖ്യാപിച്ചിട്ടുള്ളത്. ഈ ഹർത്താൽ എന്നതിനേക്കാൾ കൂടുതൽ ഈ വന്യമൃഗശല്യം ഒരു ഏതെങ്കിലും നിലക്ക് പരിഗണിക്കപ്പെടുകയും പരിഹരിക്കപ്പെടുകയും ചെയ്യേണ്ട ഒരു കാര്യമാണ്. അതിന് എന്താണ് ചെയ്യാൻ കഴിയുക എന്നത് നമ്മൾ ഒരു സമരാനുകൂലിയോട് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് ഇത്രയെങ്കിലും ഞങ്ങൾ ചെയ്യണ്ടേ, ഒരു ഹർത്താലെങ്കിലും ചെയ്യണ്ടേ എന്നാണ് അവർ ചോദിച്ചത്. ഏതായാലും തുടർച്ചയായ ദിവസങ്ങളിൽ ഇന്നലെയും മിനിഞ്ഞാന്നുമായി രണ്ട് ആദിവാസി യുവാക്കളാണ് കാട്ടാനയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെടുന്നത്. അത്തരം ദാരുണമായ സാഹചര്യം, അതിന് ഏതാനും ദിവസങ്ങൾക്ക് മുമ്പാണ് മാനന്തവാടിയിൽ രാധ എന്ന് പറയുന്ന ആദിവാസിയായി തന്നെ ആയിട്ടുള്ള ഒരു തോട്ടം തൊഴിലാളി വനിത കൊല്ലപ്പെടുന്നത്. ഇത്തരത്തിൽ ദിവസം തോറും മനുഷ്യജീവനുകൾ ഇങ്ങനെ നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടാകുമ്പോൾ അത് വയനാടിന്റെ ഒരു മേഖലയും, അതായത് മേപ്പാടി ആണെങ്കിലും മാനന്തവാടി ആണെങ്കിലും അട്ടമല ഒക്കെ ആണെങ്കിലും സുൽത്താൻ ബത്തേരി നൂൽപ്പുഴ ആണെങ്കിലും ഒക്കെ ഇങ്ങനെ മനുഷ്യർ മരിച്ചു വീഴുന്ന ഒരു കാര്യം നമ്മളിങ്ങനെ റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് ദിവസങ്ങളായി നമ്മൾ ഇതിങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുക. ഇപ്പൊ കഴിഞ്ഞ ഏതാനും വർഷങ്ങളായി ഈ വന്യമൃഗശല്യം ഇങ്ങനെ അതിരൂക്ഷമായി കൊണ്ടിരിക്കുന്നുമുണ്ട്. നേരത്തെയൊക്കെ നമ്മൾ കടുവ ഇറങ്ങുമ്പോൾ ആ വളർത്തുമൃഗങ്ങളെ കൊല്ലുക, വന്യജീവി ആക്രമണങ്ങളിൽ ശക്തമായ പ്രതിഷേധം തന്നെ ഉയരുകയാണ്. വനംവകുപ്പ് നിഷ്ക്രിയമെന്നും കേന്ദ്ര സർക്കാരുകൾ കാര്യമായ നടപടികൾ സ്വീകരിക്കുന്നില്ല എന്നാരോപിച്ചുമാണ് UDF ഹർത്താലിന് ആഹ്വാനം ചെയ്തത്. വയനാട്ടിൽ ചിലയിടങ്ങളിലായി സംഘർഷങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. സമരാനുകൂലികൾ വാഹനങ്ങളൊക്കെ തടയുന്നുണ്ട്. KSRTC ചില അവശ്യ സർവീസുകളൊക്കെ നടക്കുന്നുണ്ട് എന്നത് ഒഴിച്ചു കഴിഞ്ഞാൽ സ്വകാര്യ ബസ് സർവീസുകളില്ല, വാഹനങ്ങൾ തടയുന്നു. കടകളൊക്കെ ഇപ്പോൾ അടഞ്ഞു കിടക്കുകയാണ്. വിവരങ്ങളാണ് TN ഈസല് വയനാട്ടിൽ നിന്ന് നൽകിയത്.